ഇടുക്കി മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആൽബിൻ ജോയ്. ഇത് വൈഫ്, പപ്പ, മമ്മി ആൻഡ് സിസ്റ്റർ. ഞങ്ങളുടെ ഒരു കുറേ നാളത്തെ ആഗ്രഹം കൊണ്ട് പണിത പുതിയൊരു വീടാണിത്. ഞങ്ങളുടെ പഴയൊരു വീടായിരുന്നു, അത് പൊളിച്ച് പണിത് പുതിയൊരു 1500 സ്ക്വയർ ഫീറ്റിൻ്റെ വാർക്ക വീട് പണിതു. അഡീഷണലായി ഞങ്ങളൊരു പോർച്ചും പുറകിലായി ഒരു വർക്ക് ഏരിയയും പണിതിട്ടുണ്ട്. 33 ലക്ഷം രൂപയാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ്. ഓൾമോസ്റ്റ് 6 months കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. ഇതാണ് നമ്മുടെ കാർ പോർച്ച്. നമ്മുടെ 1500 സ്ക്വയർ ഫീറ്റ് കൂടാതെ നമ്മൾ അഡീഷണലി കുറച്ച് കോസ്റ്റ് കുറച്ചതുകൊണ്ട് നിർമ്മിച്ചതാണിത്. സ്ക്വയർ പൈപ്പും റൂഫിംഗ് ഷീറ്റും വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്രണ്ട് വീടിനോടൊരു ചേർച്ച കിട്ടാൻ വേണ്ടി വി ബോർഡ് കൊണ്ട് നമ്മൾ കവർ ചെയ്ത് അതിന് വീടിൻ്റേതായ പെയിൻറ്റും ഡിസൈനും മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗാർഡനിങ്, മമ്മിക്കും സിസ്റ്ററിനൊക്കെ ഗാർഡനിങ് വളരെ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ വീട് പണിത് ആ സമയത്ത് തന്നെ ഞങ്ങൾ മാറി കുറച്ച് ചെടികളും പൂക്കളെല്ലാം നട്ടുപിടിപ്പിച്ച് അതിനെ മനോഹരമാക്കാവുന്ന രീതിയിൽ മാക്സിമം ഞങ്ങളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് നമ്മുടെ വീടിൻ്റെ വലതുവശം. വീടിന് കുറച്ച് ഫ്രണ്ട് വശം മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ക്ലാഡിംഗ് ടൈല് വിൻഡോയുടെ സൈഡിലും അതുപോലെ തന്നെ കോണിൻ്റെ അടിയിലും ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ലോ കോസ്റ്റ് എന്നുള്ള രീതിയിൽ ചെറിയ പെയിൻറ്റ് കൊണ്ട് ഒരു സർക്കിൾസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്ലാന്റ് ഏരിയയും ക്രിയേറ്റ് ചെയ്തു. വീടിന് കുറച്ചും കൂടി ഒരു പ്ലാന്റ് കൊണ്ടൊരു ഭംഗിയാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. ഇത് നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള സിറ്റ് ഔട്ട്. ഇവിടെ ഗ്രാനൈറ്റാണ് മൊത്തത്തിൽ വിരിച്ചേക്കുന്നത്. പിന്നെ ഒരു ലോങ് പില്ലർ ഇങ്ങനെ കൊടുത്ത് മുകളിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫുൾ അപ്പുറം ഇപ്പുറം കവർ ചെയ്തിട്ട് നമ്മൾ ഒരു ബ്ലാക്ക് ടൈലും ഒട്ടിച്ചു. ഇവിടെ ഒരു സ്ക്വയർ പൈപ്പ് കൊണ്ട് ചെറിയൊരു ഡിസൈൻ രീതി കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു പ്ലാന്റ് ഇപ്പോൾ കയറ്റി വിട്ടു ഇതിൽ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ സ്റ്റീൽ ഫ്രഞ്ച് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ എല്ലാം സ്റ്റീൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ബാക്കി തടി കൊണ്ടും ചെയ്തു. ഇത് നമ്മുടെ മെയിൻ ഡോറ് ഫുള്ള് തേക്ക് കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്, പാനലിയും കാര്യങ്ങളെല്ലാം. നമ്മുടെ ലിവിങ് ഏരിയയിലേക്ക് കിടക്കാം. ഒരു 160 സ്ക്വയർ ഫീറ്റോളം വരുന്ന ഒരു ലിവിങ് ഏരിയ ആണിത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഗ്ലോസി ജോൺസൻ്റെ ടൈലാണ്. 5.25 2.25 ഇതിൻ്റെ സൈസ് വരുന്നത്. അപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കോർണർ സോഫ, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പാർട്ടീഷൻ വിത്ത് TV യൂണിറ്റ് ഇതിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു TV യൂണിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണമെന്നുള്ളത്. നമ്മളൊരു വീട്ടിൽ ഇങ്ങനെ ചെയ്തേക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ താല്പര്യം തോന്നി. കാരണം അപ്പുറത്തെ ഡൈനിങ് ആണ്, ഡൈനിങ്ങിലേക്കും തിരിച്ചു വെക്കാവുന്ന രീതിയിൽ നമ്മൾ റൊട്ടേഷൻ രീതിയിൽ നമ്മുടെ ഇൻറ്റീരിയർകാരോട് പറഞ്ഞപ്പോൾ അവരുദ്ദേശിച്ചതിനേക്കാളും വളരെ മനോഹരമായിട്ട് ചെയ്തു തന്നു. നമ്മൾ പാർട്ടീഷൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ MDF ആണ്. ഇത് അത്യാവശ്യം ഒരു 50,000-60,000 കോസ്റ്റ് വന്നു ഇതിൻ്റെ പാർട്ടീഷൻ മൊത്തത്തിലായിട്ട്. പിന്നെ ഇവിടെ നമ്മുടെ പ്രയർ യൂണിറ്റ് ചെയ്തേക്കുന്നു. സെയിം മെറ്റീരിയൽസ് എല്ലാം യൂസ് ചെയ്തേക്കുന്നത് MDF തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് അവർ നമുക്ക് ചെയ്തു തന്നു. ഒരുപാട് കോസ്റ്റ് ആയില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മുടെ ജിപ്സം സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഇത് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് കോസ്റ്റായി. നമ്മുടെ ഒരു ഇഷ്ടപ്രകാരം അത് പ്രത്യേകം ചെയ്യിപ്പിച്ചതാണ്. ഇതിങ്ങനെ എല്ലാ റൂമിലും ചെയ്തിട്ടില്ല, ഹാളിലും ഡൈനിങ്ങിലും മാത്രമാണ് നമ്മൾ ജിപ്സം സീലിംഗ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് കളർ ഒരു കോമ്പിനേഷനിൽ കൊടുത്തേക്കുന്നത് ഗ്രേ വൈറ്റ് ആണ് മാക്സിമം കൊടുക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിൻഡോസിലാണെങ്കിലും കർട്ടന് പകരം ബ്ലൈൻഡ്സ് കൊടുത്തു. ഇപ്പോൾ കോസ്റ്റൊക്കെ ഏകദേശം സെയിം ആണ് വരുന്നത്. നല്ല മെറ്റീരിയൽ ക്ലോത്ത് വെച്ച് ചെയ്യുമ്പോഴും ബ്ലൈൻഡ്സ് ചെയ്യുന്നതും നോർമൽ ബഡ്ജറ്റ് രീതിയിലുള്ള ബ്ലൈൻഡ്സ് ചെയ്യുമ്പോഴും കോസ്റ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് വരുന്നത്. അതൊരു ഗ്രേ കളറിൽ കൊടുത്തു. പിന്നെ അതിനോട് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു വാൾ മൊത്തത്തിൽ ഒരു ഗ്രേ കളറിൽ അടിപ്പിച്ചു, ബാക്കിയെല്ലാം വൈറ്റും അങ്ങനെ ചെയ്തു. പിന്നെ ഇൻറ്റീരിയറിലാണെങ്കിൽ ഞങ്ങൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നാച്ചുറലി പ്ലാന്റ്സ് തന്നെയാണ്, പ്ലാസ്റ്റിക്സ് ഒന്നുമല്ല. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അഡീഷണലി പ്ലാനിൽ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ച ഒരു പരകോള ചെയ്തിട്ടുണ്ട്. തൊട്ട് താഴെ നമ്മളൊരു പ്ലാന്റും. വീടിനകത്ത് ലൈറ്റ് ഇല്ലെങ്കിൽ പോലും പകൽ നല്ല രീതിയിൽ വെട്ടം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഡയറക്റ്റ് വിൻഡോസ് നമ്മൾ ഇതിന് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് വെട്ടം കിട്ടാൻ വേണ്ടി ഈ പരവള ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. പ്ലാന്റ് നമ്മളിവിടെ അടുത്ത് മൂവാറ്റുപുഴയിൽ നിന്ന് വെള്ളാൽ എന്ന പേരുള്ളൊരു ബോൺസായി ആയിട്ടുള്ള പ്ലാന്റ് നമ്മൾ വാങ്ങിച്ചതാണ്. ഏകദേശം 9,000 രൂപ നമുക്ക് ഇതിൻ്റെ വിലയുണ്ട്. ഇനി നമ്മുടെ ഇതിന് ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ വാഷ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഏരിയ ആണ്, വലിയ വലിപ്പത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് വാഷ് ബേസിനും ഇവിടെ നമ്മൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത ചെറിയൊരു സ്റ്റാൻഡും വാങ്ങിച്ച ചെറിയൊരു ഏരിയയിൽ നമ്മളിത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മിറർ ആണെങ്കിലും ഇത് നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ കണ്ട് വാങ്ങിച്ചതാണ്. ചെറിയൊരു കോസ്റ്റായി, 10,000-3000 രൂപയായി. പക്ഷേ എന്നാലും ഇതിലൊരു ടച്ച് സ്ക്രീനും 3 രീതിയിലുള്ള ലൈറ്റിങ്ങും ഇതിന് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ്. ഇതിൻ്റെ ഡോർ നമ്മൾ ചെയ്തേക്കുന്നത് ഫൈബറാണ്. കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഷവറും ടോയ്ലറ്റും അതുപോലെ തന്നെ സ്റ്റാൻഡ്, സോപ്പ് ട്രേസ്, അങ്ങനെ ടവൽ റോഡ് അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോക്സി എല്ലായിടത്തും അപ്പോക്സി ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റിന്. നമ്മുടെ ഡൈനിങ് ടേബിള് 6 ചെയർ ഇടാം. അത്യാവശ്യം 6 പേർക്ക് സുഖമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന വലിയൊരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഒരു ദിവാൻ കോട്ടും ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാർട്ടീഷനിൽ ടി വി ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴും ടി വി കാണാം. അതുപോലെ ഇതിൻ്റെ മുകളിൽ അതുപോലെ ഗ്രോസറി ഐറ്റംസ് വെക്കാൻ വേണ്ടി നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഉണ്ട്. പകുതി പോലും ഇതുവരെ നിറഞ്ഞിട്ടില്ല. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇവിടെ വെക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഓപ്പൺ കിച്ചണാണ് ഇവിടെ കൺസെപ്റ്റ് ചെയ്തിരിക്കുന്നത്. 2 കിച്ചണുണ്ട്. രണ്ടും ചെറിയ വലിപ്പത്തിലാണ്, ഒരുപാടില്ല. 100 സ്ക്വയർ ഫീറ്റിൻ്റെ 2 കിച്ചണാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓപ്പൺ കിച്ചണിന് കുറച്ച് ഭംഗി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു ചെറിയ കോളം പോലെ തിരിച്ചെടുത്ത് ചെയ്തിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും സ്ട്രിപ്പ് ലൈറ്റും ഇവിടെ കൊടുത്തു. 2 പ്ലാന്റ്സ് വെച്ച് ഇതിനെ മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ വലിയൊരു ജിപ്സം സീലിംഗ് അല്ല, ചെറിയ രീതിയിലൊരു കളം ചെയ്ത് ഇവിടെ ഇതിനൊരു ഭംഗി കിട്ടാവുന്ന രീതിയിൽ മാക്സിമം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ബ്രൈറ്റ്നസ് കിട്ടാൻ മെയിൻ കാരണം ഇവിടുന്ന് പരകോളയിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് പ്രത്യേകം പറയാനുള്ളത്. ലൈറ്റൊന്നും ഇട്ടില്ലേ പോലും അത്യാവശ്യം ഡൈനിങ് ഏരിയയിൽ സുഖമായിട്ട് നല്ല വെട്ടമൊക്കെ കിട്ടും നമുക്ക്. കിച്ചണിന് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മളൊരു ക്രോക്കറി യൂണിറ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. നമ്മുടെ ഈ പാർട്ടീഷൻ്റെ അകത്ത് അത്യാവശ്യം സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഗ്ലാസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി കിച്ചണിൻ്റെയും റൂമിൻ്റെ കാര്യങ്ങളെല്ലാം മമ്മിയും സിസ്റ്ററും ഇവിടെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ഇവർ സംസാരിക്കും. ഈ വീട്ടിന് 4 ബെഡ്റൂമാണുള്ളത്. 12-12ൻ്റെ 2 10-10ൻ്റെ 2. അതിനകത്ത് ആദ്യത്തെ ബെഡ്റൂമാണിത്. ഇവിടെ ടൈലിന് ചെറിയൊരു വ്യത്യാസമുണ്ട് ഹോളിനെ അപേക്ഷിച്ച്. റൂമുകളിൽ അപ്പോക്സി ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെയും വിൻഡോയ്ക്ക് നമ്മൾ ഇതുപോലെയാണ് സ്ലൈഡിങ്സ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മിറർ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വോള് 3 കളറിലായിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ലൈറ്റും നമ്മൾ ഈ മേളിൽ തന്നെയാണ്, സീലിംഗിൽ തന്നെയാണ് ലൈറ്റും ചെയ്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ റൂമിൽ നമ്മൾ ഒരു കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ടേബിൾ നമ്മൾ ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ 2 സ്റ്റോറേജ് സ്പേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണിത്. ബാത്റൂം ഒരു സിങ്കും ടോയ്ലറ്റും ഷവർ ഏരിയ ആണ്. ഷവർ ഏരിയ ഇച്ചിരി മാറ്റിയാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ടോയ്ലറ്റ് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റിയാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഗസ്റ്റ് റൂമിന് നമുക്ക് ടോയ്ലറ്റ് ഇല്ല. അത് നമ്മൾ കോമൺ ടോയ്ലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് 2ാമത്തെ ബെഡ്റൂം 12-12ൻ്റെ തന്നെ. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. ലൈറ്റ് എല്ലാം സീലിംഗിൽ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഗസ്റ്റ് റൂമിലോട്ട് പോവാം. ഇതാണ് ഗസ്റ്റ് റൂം. ഇവിടെ നമ്മൾ ഈ വോളും നേരത്തെ പോലെ തന്നെ 3 കളറിലാണ് കൊടുത്തേക്കുന്നത്. വിൻഡോയിലെല്ലാം നമ്മൾ ബ്ലൈൻഡാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കബോർഡ് എന്ന് പറയുന്നത് ഇതിനുള്ളിൽ തന്നെ ഒന്നിച്ച് 3 കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഒരു മിററും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് സിസ്റ്ററിൻ്റെ റൂമാണ്. അത് അവൾ പറയും. ഇനി നമുക്ക് എൻ്റെ ബെഡ്റൂം കാണാം. നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിവിടെ ഒരു ചെറിയ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ വെറോസ്ലാവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാം നമുക്ക്. പിന്നെ ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇത് 10-10ൻ്റെ ബെഡ്റൂമാണ്. വളരെ ചെറിയ ബെഡ്റൂമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മളൊരു ചെറിയ സിംഗിൾ ബെഡ്, പിന്നെ 2 വിൻഡോ ചെയ്തിട്ടുണ്ട്. നല്ലോണം ഇവിടെ വെട്ടമുണ്ട്. പിന്നെ ഒരു സ്റ്റഡി ടേബിള്, then ഒരു സിംഗിൾ കബോർഡ്. അത്രയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ സീലിങ്ങിൻ്റെ തന്നെ മറ്റേ റൂമിലെ പോലെ തന്നെ ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും. അത്രയാണ് ഈ റൂമിൽ ചെയ്തിരിക്കുന്നത്. അടുത്ത നമുക്ക് കിച്ചൺ പരിചയപ്പെടുത്താം. മമ്മിയാണ് കിച്ചൺ പരിചയപ്പെടുത്തുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ കിച്ചൺ. ഓപ്പൺ കിച്ചണാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 ഹാങ് ലൈറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ചെടികൾ വെക്കാൻ വേണ്ടി ചെറിയൊരു സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ടേബിളിൻ്റെ രീതിയിൽ ഗ്രാനൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. മമ്മിക്ക് ഒരു അർജൻറ്റ് കോൾ വന്നുകൊണ്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മുടെ ഓപ്പൺ കിച്ചൺ നമ്മളിവിടെ ഗ്രാനൈറ്റാണ് വിരിച്ചിരിക്കുന്നത്. 120 രൂപ വരുന്ന ഒരു ഗ്രാനൈറ്റ് സ്ക്വയർ ഫീറ്റിൻ്റെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അതോടൊപ്പം ചെറിയൊരു മാച്ചിങ് രീതിയിൽ കിട്ടുന്ന രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടൈല് ഇവിടെ കൊടുത്തു. പിന്നെ കബോർഡ് നമ്മൾ ഫെറോസ്ലാവിലാണ് മൊത്തത്തിൽ ചെയ്തേക്കുന്നത്. നമ്മൾ അവരോട് പറഞ്ഞ് നമ്മുടെ വേണ്ടത്ത രീതിയിൽ കള്ളി തിരിച്ച് ഇതിൻ്റെ അകത്തെല്ലാം അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടിയിലും അതുപോലെ തന്നെ
പ്ലേറ്റ് യൂണിറ്റും വെക്കാനുള്ള സ്റ്റോറേജ് ഇങ്ങനെ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സാധനം വെച്ച് ചെയ്തേക്കുന്നു. ഇതിൻ്റെ ഡോർ ചെയ്തേക്കുന്ന MDF മെറ്റീരിയലിൽ ആഷ് കളർ നമ്മൾ മൊത്തത്തിൽ ആഷ് തീം വന്നേക്കുന്നതുകൊണ്ട് ഇതും ആഷ് കളറിൽ കൊടുത്തേക്കുന്നു. പിന്നെ ഇവിടെ 2 കോർണറിലും പ്ലഗ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പവർ പ്ലഗ് 2 ഉണ്ട്. ഓവനും അതുപോലെ തന്നെ എയർ ഫ്രയറിനുമായിട്ടും അതുപോലെ തന്നെ ഫ്രിഡ്ജിന് സെപ്പറേറ്റ് പ്ലഗ് പോയിൻറ്റ് കൊടുത്ത് ഇവിടെ ഡബിൾ ഡോർ ഫ്രിഡ്ജും ഓവനും ഈ സൈഡിൽ കൊടുത്തേക്കുന്നു. പിന്നെ ഇവിടെ രണ്ടാമത്തെ കിച്ചൺ, ഫയർ കിച്ചൺ ഇവിടെ കൊടുത്തേക്കുന്നു. അതിന് പെട്ടെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ഇവിടെ ഗ്ലാസ് ഇട്ടേക്കുന്നുണ്ട്. ഒരു ചെറിയ ഡിസൈനുള്ള ഗ്ലാസ് വാങ്ങിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പം ഇത് ഫയർ തൂക്കു സ്ലാവയിൽ ചെറുതായിട്ട് ഇവിടെ ഒരു ബീം ഇങ്ങനെ കൊടുത്ത് അതുപോലെ തന്നെ ടൈലൊക്കെ ഇട്ട് ഗ്രാനൈറ്റ് വിരിച്ച് നമ്മൾ ആലുവ അടുപ്പ് വെച്ചിട്ട് എക്സോസ് ഫാൻ ഉള്ളി വെച്ച് വിൻഡോ കൊടുത്ത് അകത്ത് ലൈറ്റിങ് കാര്യങ്ങളെല്ലാം കൊടുത്ത് അങ്ങനെ ചെയ്തേക്കുന്നു. പിന്നെ ഇവിടെ കബോർഡ് നമ്മൾ ഡോർ ചെയ്തിട്ടില്ല, കാരണം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസേജ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഡോറ് കൊടുത്തില്ല. പിന്നെ കോസ്റ്റ് കുറയ്ക്കുകയും ചെയ്യാം, 2 ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇവിടെ നോർമലി ഒരു സിംഗിളായിട്ടുള്ള വാഷ് ബേസൺ അപ്പുറത്ത് 2 എണ്ണത്തിൻ്റെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെയും ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. റഫ്യൂസിനെല്ലാം ഇതാണ്. പിന്നെ ഇത് പുറത്തേക്ക് ഇവിടുന്ന് നേരെ ഇറങ്ങുന്നത് അഡീഷണലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് ഏരിയ കൊടുത്തേക്കുന്നു. വർക്ക് ഏരിയ ഒരു 150-200 സ്ക്വയർ ഫീറ്റ് അടുത്തുണ്ട്. നമ്മുടെ വർക്ക് ഏരിയയിൽ നമ്മൾ ടൈല് വിരിച്ചില്ല. നമ്മളിവിടെ നോർമലി ആയിട്ടുള്ള ഷീറ്റ് വിരിച്ചിട്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അടുക്കള ചെയ്തപ്പോൾ തന്നെ ഫെറോസ്ലാവ് ചെയ്തത് കൂട്ട് ഇവിടെയും കുറച്ച് കള്ളികളായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. പിന്നീട് നമുക്കിത് ചെയ്യുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് അന്ന് ചെയ്തപ്പോൾ തന്നെ വർക്ക് ഏരിയയിലും നമ്മളിങ്ങനെ സ്ലാവുകൾ ചെയ്തിട്ടു. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളും കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റോറേജ് ആക്കി ഇതെല്ലാം മൊത്തം അടുക്കി വെച്ചേക്കുവാണ്. അതുപോലെ ഇവിടുന്ന് നമ്മൾ പ്ലഗ് പോയിൻറ്റ് പവർ പ്ലഗ് കൊടുത്തിട്ട് വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചു. അതുപോലെ തന്നെ ഇവിടെ റൂഫിങ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോർമൽ റൂഫിങ് തന്നെയാണ് ചെയ്തേക്കുന്നത്. എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ ഗ്രില്ലിട്ടു. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു ചെറിയൊരു ടോയ്ലറ്റും കൂടെ പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്, പണിക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല വർക്ക്, പിന്നീട് എപ്പോഴേലും ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചേക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നമുക്ക് മറ്റൊരു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.